മുകേഷ് MLA-യിൽ നിന്നും നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് വരുന്ന വാർത്തകൾ അത് വെറുമൊരു മുകേഷിൻ്റെ പ്രതികരണം പിന്നീട് സ്വാഭാവികമായിട്ടും ഒരാൾക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ അയാളുടെ പ്രതികരണം തേടുക എന്നത് മാധ്യമധർമ്മമാണ്. അതിന്മേൽ മാതൃഭൂമി ന്യൂസിൻ്റെ പ്രതിനിധി അവിടെ ബന്ധപ്പെട്ടു. അതിന് മുന്നേ തന്നെ ഞാൻ വ്യക്തിപരമായി മുകേഷിനെ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് 20 വർഷം മുമ്പാണല്ലോ ഈ കാര്യങ്ങൾ നടന്നത്, അതിന് ഒരടിസ്ഥാനവുമില്ല, രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണ് പറഞ്ഞത്. എന്താണ് ബിന്ദു കൃഷ്ണയ്ക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ബഹുമാനങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പറയട്ടെ, അങ്ങയുടെ പാർട്ടി, താങ്കൾ അംഗമായിരിക്കുന്ന പാർട്ടിയുടെ ഗവൺമെന്റാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. താങ്കൾ ഇന്ന് പറഞ്ഞ രാഷ്ട്രീയ ഗൂഢാലോചന എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട്. രാഷ്ട്രീയ ഗൂഢാലോചന സിദ്ധാന്തം എന്ന് പറയുന്നത് താൻ ചെയ്ത കുറ്റകൃത്യത്തിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള, രക്ഷപ്പെടാനുള്ള തത്രപ്പാടിന്റെ ഭാഗമാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിലെ ഓരോരുത്തരും തിരിച്ചറിയുന്നു. എത്രമാത്രം ലജ്ജാവഹമായൊരു കാര്യമാണ് ജനപ്രതിനിധിയായ ഒരാള് തൻ്റെ സഹപ്രവർത്തകയെ അനുചിതമായി മുറിയിലേക്ക് ക്ഷണിക്കുകയും ആവർത്തിച്ച് വിളിച്ച് ശല്യപ്പെടുത്തി, ശല്യം സഹിക്കവയ്യാതെ ടെസ് ജോസഫ് എന്ന് പറയുന്ന ആ പെൺകുട്ടി ആ പരിപാടിയുടെ സംഘാടകൻ കൂടിയായ ഡെറിക് ഒബ്രിയാന്റെ സഹായത്തോടു കൂടി ആ പരിപാടിയിൽ നിന്ന് തന്നെ വിട്ടുപോകേണ്ടി വരുന്നു. കുറ്റം ചെയ്യാൻ ശ്രമിച്ച നടൻ മുകേഷ് അവിടെ തന്നെ തുടർന്നു കോടീശ്വരനിലൂടെ കോടീശ്വരനായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ആ അനീതിക്കെതിരെയാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോൾ ഉറക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സിനിമാ മേഖലയിൽ ആകമാനം ഇതുപോലെ പുഴുക്കുത്തുകൾ ചേർന്ന് നിന്നുകൊണ്ട് പാവപ്പെട്ട കഴിവുള്ള പ്രതിഭയുള്ള പെൺകുട്ടികളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം പതിറ്റാണ്ടുകളായി സൃഷ്ടിച്ചു. അതിനൊരു അന്ത്യം വേണം. നടിയെ ആക്രമിച്ച കേസിന് ശേഷമാണ് കേരളത്തിന്റെ പൊതുബോധം മൊത്തത്തിൽ അങ്ങനെ രൂപപ്പെട്ട് അങ്ങനെ സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകരിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം 4.5 വർഷക്കാലം ആ റിപ്പോർട്ടിന്മേൽ കേരള സർക്കാർ അടയിരുന്നത് ഒരുപക്ഷെ മുകേഷിനെ പോലുള്ളവരെ രക്ഷിക്കാനായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ M. മുകേഷിനെതിരായിട്ട് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയും ഇല്ല. അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് മാത്രമാണ് ഇത്തരം ഒരു ആരോപണത്തിന് കാരണമെന്ന് വിശ്വസിക്കുന്ന കൊല്ലത്തെയും കേരളത്തിലെ ആളുകളെ പോലെയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ കേരളത്തിലെ പൊതുസമൂഹത്തിനോട് പറഞ്ഞ വാക്കുകൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർക്കാറുണ്ട്. അത്രമേൽ വ്യക്തി ജീവിതത്തിൽ എന്താ പറയുക, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർ ആഗ്രഹിക്കുന്ന ശ്രീ മുകേഷിന്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ അന്തസ് വേണമടോ, അന്തസ്. ആ അന്തസ്സില്ലാത്ത പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അത്തരം ആരോപണങ്ങളിൽപ്പെട്ട് ടെസ് ജോസഫ് എന്ന് പറയുന്ന ആ യുവതിക്ക് യാതൊരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല. അവർ കേരളത്തിൽ താമസിക്കുന്ന ആളല്ല. ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെയും ഉപകരണമായി അവർ മാറിയെന്ന് ശ്രീ മുകേഷിനോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആഭ്യന്തര വകുപ്പിനോ തെളിയിക്കാൻ കഴിയില്ല എന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു. കാരണം അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടാക്കുന്നവരാണ്. എന്തായാലും അദ്ദേഹം എന്ന് പറഞ്ഞു ഭരണപക്ഷമല്ല പ്രതിപക്ഷമാണെന്ന്. എനിക്ക് ഉത്തരവാദിത്വത്തോടെ പറയാൻ കഴിയും, ശ്രീ മുകേഷ് ഒരു തെറ്റും ചെയ്യാതെ, തെറ്റ് ചെയ്താൽ പോലും പ്രതിപക്ഷമൊന്നും അതിന്റെ പുറകെ പോകുന്നില്ല. രാജ്യത്തെ നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അത്തരം തെറ്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ 20 വർഷത്തിന് മുമ്പ് നടന്ന കാര്യം, എത്ര വർഷം മുമ്പ് നടന്ന നിങ്ങളുടെയൊക്കെ ആണധികാരത്തിന്റെയും നിങ്ങളുടെയൊക്കെ പണത്തിന്റെയും ഹൂങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ ഒളിച്ചു വെക്കുവാനും കേസെടുക്കാതിരിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അതിന്റെ അർത്ഥം സത്യം ഒരു നാൾ പുറത്തു വരില്ല എന്നല്ല. സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും. എത്ര നിങ്ങൾ മായ്ക്കുവാനും മറയ്ക്കുവാനും ശ്രമിച്ചാൽ സത്യം സത്യമായി നിലനിൽക്കും. ഇത് മാത്രമല്ല, മറ്റുള്ളതൊക്കെ പുറത്തു വരാണെന്ന് ആളുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഒറ്റ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ക്രിമിനൽ കേസിന് ലിമിറ്റേഷൻ ഇല്ല. എപ്പോഴാണ് കമ്മീഷൻ ഓഫ് ഒഫൻസ് നടന്നു, ഒരു കൊഗ്നിസിബിൾ ഒഫൻസ് നടന്നു എന്ന് അറിവ് കിട്ടുന്നത്, അപ്പോൾ തന്നെ കേസിൽ FIR ഇട്ട് മുന്നോട്ട് പോകാം. എന്തുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ആരോപണ വിധേയരായ ആളുകൾക്കെതിരെ കേസെടുത്തില്ല? സർക്കാർ പറഞ്ഞു, മന്ത്രിമാർ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു. ആരെ എവിടെ വെച്ച് ആക്രമിച്ചു എന്ന് പറയണം. നമ്മുടെ യുവതികൾ നിരയായി വന്ന് ഓരോരുത്തരുടെ അനുഭവം. രഞ്ജിത്തിനെതിരായി ബംഗാളി നടി ശ്രീലേഖ മിത്ര വന്ന് പറഞ്ഞു, പാലേരി മാണിക്യ സെറ്റിൽ വെച്ച് ആ മനുഷ്യൻ എന്നെ ഇങ്ങനെ ശരീരഭാഗത്ത്
സ്പർശിച്ചു, അങ്ങനെ സ്പർശിക്കാൻ പാടില്ല, ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്, ആ കുറ്റകൃത്യം ചെയ്തു എന്ന് പറയുന്ന രഞ്ജിത്തിനെ രാജിവെപ്പിക്കാൻ തന്നെ 2 ദിവസം കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നു. രാജി കൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. എന്തുകൊണ്ട് രഞ്ജിത്തിനെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല? സംസ്ഥാനത്ത് ഒരു DGP ഉണ്ടോ? ആ മനുഷ്യൻ എന്താണ് പണി? ഇത്തരം കുറ്റകൃത്യങ്ങൾ വെളിവാക്കപ്പെടുമ്പോ അത് നടപടി ശ്രീമതി ബിന്ദു കൃഷ്ണ, ഞാൻ അടുത്ത ഊഴത്തിൽ ഞാൻ താങ്കളിലേക്ക് എത്താം.